ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 231. നമ്മൾ 54-ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത്. അതിൽ 54-ാമത്തെ ക്ലാസ്സാണ്. 4-1 മുതൽ 4 വരെയുള്ള മന്ത്രങ്ങളാണ് ഇവിടെ നോക്കുന്നത്. എന്താണ് പറയുന്നതെന്ന് നോക്കാം. 1 ആ മൂലഭൂതമായ പരബ്രഹ്മ പുരുഷോത്തമൻ എല്ലാറ്റിലും എല്ലാറ്റിനും ഉപരിയായി, അതായത് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ് മൂലഭൂതം. അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് എല്ലാം ഉണ്ടായിരിക്കുമ്പോൾ അതായിരിക്കും എല്ലാത്തിനെക്കാട്ടിയും എല്ലാറ്റിനും ഉപരിയായിരിക്കുന്നത്. പക്ഷെ അത് അതിസൂക്ഷ്മമാണ്. സൂക്ഷ്മമായ സാധനങ്ങളെ കൊണ്ടല്ലേ മറ്റൊന്നുണ്ടാക്കാൻ പറ്റും. ഉദാഹരണം കല്ല്, മണ്ണ്, ഇതെല്ലാം ചെറുതാണ്. അത് കൂടിച്ചേരുമ്പോഴാണ് വലിയ കെട്ടിടം ഉണ്ടാകുന്നത്. ആറ്റങ്ങൾ ചെറുതാണ്. ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് മറ്റുള്ള വസ്തുക്കൾ. അപ്പം ചെറുതായിരിക്കും. അപ്പോൾ ആദ്യം ഉണ്ടായ വസ്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിസൂക്ഷ്മമായിരിക്കും. അതിസൂക്ഷ്മവും സർവശക്തനാണ്. കാരണം പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കാൻ കഴിവുള്ള ശക്തി അതിനുണ്ട് ആണ്. അവയ്ക്കെല്ലാം അടിയിലാണ് അതിൽ നിന്നും ഉണ്ടായ എല്ലാം തന്നെ. അത് ക്രമത്തിൽ പറയുകയാണെങ്കിൽ ദേവന്മാർ അതിനെക്കാട്ടി താഴെയാണ്, പിതൃക്കൾ അതിലും താഴെയാണ്, മനുഷ്യരതിലും താഴെയാണ്, പക്ഷിമൃഗാദികളെല്ലാം അതിലും താഴെയാണ്. ഈ ക്രമത്തിൽ വേണമെങ്കിൽ ഇതെല്ലാം എത്രയോ താഴെയാണ്, പക്ഷെ ഈ ക്രമത്തിലാണ് താഴെ കിടക്കുന്നത്. ഈ ബ്രഹ്മാണ്ടമാകുന്ന അശ്വത്ഥ വൃക്ഷം, ഈ ബ്രഹ്മാണ്ടത്തെ വലിയൊരു വൃക്ഷമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ല, ആലുമരയെല്ലാം കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു ഗോളം മാതിരിയാണ് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇതും ഒരു അശ്വത്ഥ വൃക്ഷം. നേരത്തെ പ്രപഞ്ചത്തെ പല രൂപത്തിൽ വിവരിക്കും, വർണ്ണിക്കും. വിരാട പുരുഷനായിട്ട് ഇവിടെ അശ്വത്ഥ വൃക്ഷം അനാദികാലം മുതലുണ്ട്. ഈ പ്രപഞ്ചം എപ്പം മുതലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ധരിച്ചു വെച്ചിരിക്കുന്നത് ബ്രഹ്മമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ ഒരു ചെറിയ അംശം പ്രപഞ്ചമായി മാറുന്നു, ഇല്ലാതാകുന്നു, പ്രപഞ്ചമായി മാറുന്നു, ഇല്ലാതാകുന്നു. യഥാർത്ഥത്തിൽ അത് ഇല്ലാതാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലാതാകുന്നൊന്നുമില്ല. ഒരു ചേനയിൽ നിന്ന് ഒരു ചെടി വരുന്നു, പിന്നെ അതിൻ്റെ അകത്ത് തന്നെ പോകുന്നു, വരുന്നു, അതിൻ്റെ അകത്ത് തന്നെ പോകുന്നു. പക്ഷേ അതിൻ്റെ അകത്തുനിന്നുണ്ട് അതിൻ്റെ ആ ചെറിയ സൂക്ഷ്മ രൂപത്തിൽ അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇല്ലാതാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം ഇല്ലാതാകുന്നൊന്നുമില്ല. ചേന ചെടി വലുതാകുന്നുണ്ട്, പിന്നെ വർഷം കഴിയുമ്പോൾ അത് ഒടുങ്ങിയിട്ട് ഇല്ലാതാകും. പക്ഷെ അതിൻ്റെ സത്ത മുഴുവൻ, ആ ഒരു ജനിതക ഘടന മുഴുവൻ അതിൻ്റെ അകത്തുണ്ട്. ആ ചേനക്ക് എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടോ അതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അടുത്ത് വരുമ്പോൾ അതിങ്ങനെ മുളച്ചു വരുന്നു, ഇല്ലാതാകുന്നു. അപ്പം യഥാർത്ഥത്തിൽ അത് തിരിച്ച് അവിടെ പോയി ചെറുതായിട്ട് നിൽക്കുന്നു, പിന്നെ വലുതാവുന്നു, ചെറുതാവുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പം അതിന് നാശമുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നശിക്കുന്നൊന്നുമില്ല. അപ്പോൾ ആ ബ്രഹ്മാണ്ടമാകുന്ന അശ്വത്ഥ വൃക്ഷം അനാദികാലം മുതലുണ്ട്. അത് ചിലപ്പോൾ പ്രകടമാകും, ചിലപ്പോൾ അപ്രത്യക്ഷമാകും. ചിലപ്പോൾ ഇങ്ങനെ ചേനയെന്ന് പൊത്തി വരുന്ന മാതിരി വരും. പിന്നെ ഈ ഇഡിലിലി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. ഇടി പൊട്ടുമ്പോൾ ഇത് പൊങ്ങി വരും, ഒരു പൂവായിട്ട്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ പോകും. പിന്നെ അടുത്ത കാലത്ത് ഇടി പൊട്ടുമ്പോൾ പിന്നെയും പുറത്ത് വരും. ഇതേപോലെ പക്ഷെ അതിൻ്റെ ജനിതഘടന എവിടെ തന്നെയുണ്ട്? അതിലുണ്ട്. ചിലപ്പോൾ പ്രകടമാകും, ചിലപ്പോൾ അപ്രത്യക്ഷമാകും. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ. അത് തൻ്റെ തന്നെ രൂപമായ പരബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. തൻ്റെ തന്നെ രൂപം എന്ന് പറഞ്ഞാൽ ഭൂതം, അല്ലെങ്കിൽ ഭൂതം എന്ന് പറയാം. തൻ്റെ തന്നെ ഭൂതമായ ഏതിൽ നിന്നാണോ അതുണ്ടായത് ആ ഭൂതം ഏതാണ്? മൂലഭൂതമായ എന്നല്ല ആദ്യം പറഞ്ഞിട്ടുണ്ട്. മൂലഭൂതം അതിൽ നിന്നാണ് ഉണ്ടായത്. അതേതാണ്? പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മത്തിൻ്റെ ഒരു രൂപം തന്നെയാണ്, വേറൊരു രൂപത്തിൽ അത് പ്രകടമായതാണ്. അതുകൊണ്ട് അത് എതിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്?
ആ പരബ്രഹ്മത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതുപോലെ ചേനേൻ്റെ അകത്തുനിന്നുള്ള ഒരു ചെടി പുറത്തേക്ക് വന്നിട്ട് അതിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അപ്പം യഥാർത്ഥത്തിൽ എവിടെ തന്നെയാണുള്ളത്? ആ ചേനയിൽ തന്നെയാണുള്ളത്. അതേപോലെ ബ്രഹ്മത്തിൽ നിന്ന് അതിൻ്റെ ഒരംശം ഇങ്ങനെ പുറത്തു വന്നിട്ട് പ്രപഞ്ചമായിട്ട് പിന്നെ അതിൽ തന്നെ പോകുമ്പോൾ ഇതേതിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു? ആ മൂലഭൂതമായ പരബ്രഹ്മത്തിൽ തന്നെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതായത് അത് സനാതനമാകും. അപ്പോൾ ബ്രഹ്മവും സനാതനമാണ്. സനാതനം എന്ന് പറയുമ്പോൾ എന്നെന്നും നിലനിൽക്കുന്നത്. അപ്പം ബ്രഹ്മവും എന്നെന്നും ഉണ്ട്. അതിൻ്റെ മൂലത്തുനിന്ന് ഒന്ന് പ്രത്യക്ഷമായി അപ്രത്യക്ഷമായി അങ്ങനെ കളിക്കുന്ന ആ സാധനവും സനാതനം തന്നെയാണ്. ചിലപ്പോൾ ഒളിച്ചു കിടക്കും, ചിലപ്പോൾ പുറത്തേക്ക് വരും. ആ അർത്ഥത്തിൽ അതിനെ എടുത്താൽ മതി. അപ്പം അതും സനാതനം തന്നെയാണ്. ആകെ ഏതേ ഉള്ളൂ, എല്ലാം ബ്രഹ്മം തന്നെയാണ്. ഇപ്പം നമ്മളെ തല ചിലപ്പോൾ ഇവിടെ ഒരു മുടി പൊളിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ കൊഞ്ഞു പോകും. ഈ ശരീരത്തിൽ നിന്ന് തന്നെ മുങ്ങി വരുന്നതാണ് മുടി. അതിലെ തന്നെ കോശങ്ങൾ മുടിയായി മാറുന്നതാണ്, എന്നിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പം അത് ശരീരത്തിൻ്റെ തന്നെ ഭാഗമാണ്. ആ അർത്ഥത്തിലേ അതിനെ എടുക്കേണ്ടതുള്ളൂ. അപ്പം ഈ ബ്രഹ്മം മുഴുവൻ സനാതനമാണെങ്കിൽ അതിൻ്റെ ഒരു അംശമായ ഈ പ്രപഞ്ചം ഉണ്ടായി ഇല്ലാതെയാവുന്നതും സനാതനം തന്നെയാണ്. കാരണം ഈ മൂലകാരണമായ ബ്രഹ്മത്തിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിച്ചത്. കാരണം ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന ഏതിൽ നിന്നാണ്? മൂല കാരണമായ ആ ബ്രഹ്മം. അപ്പം ആദ്യം ഉള്ളത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിൽ നിന്ന് ചിലപ്പോൾ ഒന്നിങ്ങനെ ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു, ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു. അതുകൊണ്ട് അതെപ്പോഴും സുരക്ഷിതനാണ്. ആ ബ്രഹ്മത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ബ്രഹ്മത്തിന് നാശമില്ല. അതുകൊണ്ട് ഇതെപ്പോഴും സുരക്ഷിതനാണ്. ഈ ഉണ്ടാകുന്ന പ്രപഞ്ചവും വളരെ സുരക്ഷിതമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അത് ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു ചെറിയ അംശമാണ്. വിലയിക്കുകയും ചെയ്യും. അപ്പോൾ ആ ബ്രഹ്മത്തിൽ നിന്നുണ്ടായി അതിൽ തന്നെ വന്ന് ചേരും, പിന്നെയും ഉണ്ടാകും, ചേരും. ഇതാണ് പ്രപഞ്ചം. അത് തന്നെ ബ്രഹ്മം. അപ്പോൾ ഈ പ്രപഞ്ചം എല്ലാം കൂടി തന്നെ അതാണ് ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആദ്യം എന്തോ ഒന്നുണ്ടായിരുന്നു, അതിൻ്റെ ഒരു മൂലക്കുന്ന പ്രപഞ്ചം ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു, ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു. അപ്പം ഇതെല്ലാം കൂടി തന്നെയാണ്, എല്ലാം കൂടിയതാണ് ബ്രഹ്മം. ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായി മാറുന്നത്. അതിനെ തന്നെ അമരത്വം എന്നും പറയുന്നു. അതിന് അമരത്വം എന്നും പറയാം. അതിനൊരിക്കലും നാശവുമില്ല. എല്ലാ ലോകവും അതിനെ ആശ്രയിച്ച് കഴിയുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിനെ ആശ്രയിച്ച് തന്നെയാണ് കഴിയുന്നത്. ആർക്കും അതിൽ നിന്നുണ്ടായ ഒന്നിനും അതിനെ അതിലംഘിക്കാനാവില്ല. അതിനെ കടന്നുകൊണ്ട് അതിനെ ധിക്കരിച്ചുകൊണ്ട് പോകാൻ ആർക്കും പറ്റില്ല. ഇതാണ് നീ ചോദിച്ച ബ്രഹ്മതത്വമെന്ന് നചികേതസോട് യമരാജാവ് പറയുകയാണ്. തുടർന്ന് ഇനിയും പറയുകയാണ് 2 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയാൽ കാണുകയും കണ്ടുകൊണ്ട് കാണും, കേൾക്കുകയെല്ലാം ചെയ്യുന്ന ഈ ചരാചര പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തെ നമ്മൾ ആ ബ്രഹ്മത്തിൽ നിന്നുണ്ടായ പ്രപഞ്ചത്തെ നമ്മൾ കണ്ണും ചെവി കേട്ടുകൊണ്ട് കണ്ടുകൊണ്ടും എല്ലാം മനസ്സിലാക്കുന്നത്. പ്രപഞ്ചം ആ കരുണാമയനായ പരബ്രഹ്മത്തിൽ നിന്നും പ്രകടമായി. അത് എവിടെ നിന്നാണ് വന്നത്? ആ നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്നാണ് പ്രകടമായത്. അതിനാൽ അത് എല്ലാം അതിൽ ആ ബ്രഹ്മം തന്നെ എല്ലാറ്റിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാത്തിലും ഉള്ളത് എന്ത് തന്നെയാണ്? അത് തന്നെയാണ്. ഇത് ബ്രഹ്മം തന്നെയാണ്. ഇങ്ങനെ ഒരാളായി തീർന്നിട്ടുണ്ടെങ്കിൽ ഈ ബ്രഹ്മം തന്നെയാണ് ഇതിലെല്ലാം ഉള്ളത്, വേറെ ഒന്നുമില്ല. ഇങ്ങനെ കിടക്കുന്ന ബ്രഹ്മം ഇങ്ങനെ 4 ലോകങ്ങളായി മാറി എന്ന് വെച്ചോ. ഈ ബ്രഹ്മം തന്നെയാണ് ഈ 4 ലോകവും. എല്ലാത്തിലും ഉള്ളത് എന്ത് തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്. അത് തന്നെയാണ് ഞാനും ആയിരിക്കുന്നത്, എല്ലാം ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ ബ്രഹ്മം തന്നെയാണ്. ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്. ഇതെല്ലാം കൈ തന്നെയാണ്. ഇങ്ങനെ നിൽക്കുമ്പോഴും ഇങ്ങനെ നിൽക്കുമ്പോഴും കൈ തന്നെയാണ്. എല്ലാം കൈയാണ്.
അതുമാതിരി ബ്രഹ്മമാണ് നമ്മളെല്ലാമായി മാറിയുന്നത്. അപ്പം നമ്മളെല്ലാം ബ്രഹ്മം തന്നെ ആണ്, അതിലെല്ലാം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഇതെന്തെല്ലാം ചേഷ്ടകൾ കാണിക്കുന്നുണ്ടോ, അപ്പം ഇതെന്തെങ്കിലും പ്രവർത്തികളെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വിരൽ ഇത് കൈ ഇങ്ങനെയായിട്ട് എന്തെല്ലോ കാട്ടുകയാണെങ്കിൽ ഇതൊക്കെ ആരുടെ ചേഷ്ട തന്നെയാണ്? ഈ ബ്രഹ്മത്തിൻ്റെ ചേഷ്ട തന്നെയാണ്, കൈൻ്റെ ചേഷ്ടകൾ തന്നെയാണ്. അതുപോലെ ആ ചേഷ്ടകളുടെ എല്ലാ ആധാരവും നിയന്താവും ആ പരമേശ്വരൻ തന്നെയാണ്, ആ ബ്രഹ്മം തന്നെയാണ്. അപ്പം ഈ കൈയുടെ ചേഷ്ടകളാണ് ഈ വിരലിലൂടെയെല്ലാം പ്രകടമാകുന്നത്. അതുപോലെ തന്നെ ആ ബ്രഹ്മത്തിൻ്റെ ചേഷ്ടകളാണ് എന്നിലൂടെയും ഈ പ്രപഞ്ചത്തിലൂടെയുള്ള എല്ലാറ്റിലൂടെയും പ്രകടമാകുന്നത്. കാരണം ബ്രഹ്മം തന്നെയാണ് ഞാനായതും ഈ ജീവജാലങ്ങൾ പലതുമായത്. അപ്പോൾ ഈ ജീവജാലങ്ങൾ എന്തെങ്കിലും എല്ലാം കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം ബ്രഹ്മത്തിൻ്റെ അധീനമായിട്ടാണ്, അതിൻ്റെ ആധാരം ബ്രഹ്മം തന്നെയാണ്. അതിനെല്ലാം അതിന് അധീനമായിട്ട് അതിൻ്റെ നിയന്ത്രണത്തിലാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ അറിയാതെ ഒന്നും ചെയ്യില്ല. പിന്നെയോ അവൻ ചെറുതും വലുതുമെല്ലാം അതിനെ ഭയക്കുന്നു. അതിനെ ഭയക്കാതെ ആരുമില്ല. അതേസമയം അതെന്താണ്? പരമദയാലുവാണ്. അത് ഭയങ്കര ദയാലുവാണ്. ദയാലുവായതുകൊണ്ടാണ് നമ്മളെല്ലാമായിട്ട് വന്നിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടാക്കി തന്നിട്ട് തിന്നാൻ തന്നിരിക്കുന്നത്. മാങ്ങി ചക്കയെല്ലാം ആയിട്ട് അത് തന്നെയാണ് വാങ്ങാറിയിരിക്കുന്നത്. അത് തന്നെയാണ് മാങ്ങിയും അത് തന്നെയാണ് ചക്കയും. ഞാനും അത് തന്നെയാണ്. എനിക്ക് വേണ്ടിയിട്ട് മാങ്ങ രൂപത്തിലും ചക്ക രൂപത്തിലും എല്ലാം പ്രകടമായിട്ടുണ്ട്. അപ്പം ഭയങ്കര ദയാലുവാണ്. അതേസമയം അത്യന്തം ഭയസ്വരൂപനാണ്. അതിനെ ഭയക്കുകയും വേണം. കാരണം ഒരു പ്രളയം വരുമ്പോഴേക്ക് അതിൻ്റെ ഒരു ചെറിയ അംശമാണ് പ്രളയ രൂപത്തിലെല്ലാം നമ്മൾ കാണുന്നത്. ഭയന്ന് വിറച്ചു പോവുക. ഇടിമിന്നലെല്ലാം പൊട്ടുമ്പോഴും നമ്മൾ വിറച്ചു പോകുന്നില്ലേ? അപ്പം അത് ഭയങ്കരമായ ഭയസ്വരൂപനമാണ്. അതുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാം അതിനെ ഭയക്കുന്നുണ്ട്. എത്ര ചെറിയ ജീവിയായാലും വലിയ ജീവിയായാലും അതിനെ ഭയന്നാണ് ജീവിക്കുന്നത്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച വജ്രായുധത്തിന് സമനാണ്. അദ്ദേഹം വലിയൊരു വജ്രായുധം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന മാതിരിയാണ് നിൽക്കുന്നത്. ഏതുപോലെ എന്നാൽ ഏതൊരു ധീരനായ യോദ്ധാവ് വജ്രായുധം കയ്യിൽ വെച്ച് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളെല്ലാം എന്തായിരിക്കും? പേടിച്ചിട്ട് അദ്ദേഹം പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കും. അതുപോലെ ഈ ബ്രഹ്മത്തെ, ആ പരമേശ്വരനെ ഭയന്നിട്ട് സമസ്ത ദേവന്മാരും, എല്ലാ ദേവന്മാരും, ഈ പ്രപഞ്ചത്തിലുള്ള എന്തെല്ലാം ഉണ്ടായിരിക്കുന്നു അതെല്ലാം ദേവതകൾ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും 33 കോടി വസ്തുക്കൾ, കല്ലും മണ്ണും എല്ലാം ദേവതയല്ല, നമ്മളും എല്ലാം ഇതിൽ പെടുന്നതാണ്. സമസ്ത ദേവന്മാരും സദാസമയം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ആജ്ഞയെ പാലിക്കുന്നതിൽ വ്യാപൃതരായിരിക്കുകയാണ്. അതായത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായാലും എല്ലാ ദേവന്മാരായാലും പേടിച്ച് അദ്ദേഹത്തെ പേടിച്ചിട്ട് ഈ ഈശ്വരനെ, ഏകനായ ഈശ്വരനെ പേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെല്ലാം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിട്ടവട്ടത്തോടുകൂടി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര്? ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരടക്കം എല്ലാ ദേവന്മാരും. ഇനി സുബ്രഹ്മണ്യനായാലും വേണ്ടിയില്ല, ഗണപതി ആയാലും വേണ്ടിയില്ല, എല്ലാവരും പേടിച്ച് വിറച്ച് ആ ശക്തിയുടെ, ആ ഈശ്വരനെ പേടിച്ചിട്ട് സദാ അവരുടെ ആജ്ഞ എന്താണോ ആജ്ഞ നൽകിയിരിക്കുന്നത് അതിനനുസരിച്ച് കർമ്മം ചെയ്തുകൊണ്ട് പോവുകയാണ്. ഈ സത്യം അറിയുന്നവർ അമരത്വം പ്രാപിക്കും. അവന് പിന്നെ ജനന മരണമില്ല. ഈ സത്യം ആർക്കാണോ തിരിച്ചറിയാൻ പറ്റുന്നത് അവന് പിന്നെ ജനന മരണമില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം ഈ മരിക്കുന്നവരിലൊക്കെ ഒന്നും ഇത് മനസ്സിലാക്കാൻ, ഈ തത്വം മനസ്സിലാകാൻ പോകുന്നില്ല. അവർ ദൈവത്തിൻ്റെ പിന്നാലെയെല്ലാം ഗണപതിൻ്റെയും മറ്റേൻ്റെയും പിന്നാലെ പോയിട്ട് ഓരോന്ന് സാധിപ്പിക്കാൻ വേണ്ടി നടക്കും. എന്ത് നടക്കാൻ? അദ്ദേഹത്തിന് ഓരോ ജോലി കൊടുത്തിട്ടുണ്ട്, അത് ചെയ്തിട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്, പേടിച്ചിട്ട് അദ്ദേഹത്തെ നോക്കിയിട്ട്. കാരണം അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ആൾ എന്താ ചെയ്യുന്നതെന്ന്. അപ്പം നമ്മൾ പോയിട്ട് അങ്ങേരോട് പോയിട്ട് ഒരു കാര്യം സാധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞാൽ
അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മളെ എല്ലാം ഓരോ ജോലി തന്നിട്ട് വിട്ടിരിക്കുകയാണ്. ആ ജോലി ചെയ്തോളൂ, അല്ലാതെ അപ്പുറം ഇങ്ങോട്ട് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. അത് എല്ലാം നോക്കുകയും കണ്ടു നടക്കുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, ആ പരബ്രഹ്മം. അതാണ് നമ്മളെയും വിട്ടിരിക്കുന്നത്, കൃഷ്ണനെയും രാമനെയും എല്ലാത്തിനെയും വിട്ടിരിക്കുന്നത്, എല്ലാവരെയും വിട്ടിരിക്കുന്നത്. ഓരോ ജോലിയും കൊടുത്ത് വിട്ടിരിക്കുകയാണ്. അവരെല്ലാം പേടിച്ച് വിറച്ചു. നമുക്ക് പിന്നെ അത്ര പേടിയില്ല. എന്നാലും ഇവർക്കെല്ലാം, കാരണം നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. അങ്ങനെയൊന്നും ഉണ്ട് എന്ന് അറിയെങ്കിലല്ലേ നമുക്ക് പേടിയില്ല. പക്ഷെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കെല്ലാം അറിയാം ഒരു കക്ഷി അടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ജോലിയല്ലാതെ ഒരൊറ്റ അപ്പുറം വേറെ ആളുടെ കാര്യത്തിലൊന്നും തലയിടില്ല. കാരണം അതെല്ലാം ഒന്ന് നോക്കിയിരിക്കുകയാണ്. എല്ലാം അദ്ദേഹത്തിൻ്റെ കൺട്രോളാണ്. കാരണം അദ്ദേഹം തന്നെയാണ് ഈ ഞാനും, അദ്ദേഹം തന്നെയാണ് മറ്റേത്. പിന്നെ ആരെങ്കിലും ഇടപെടാനാണ്? ഇടപെടുന്നതിലും അർത്ഥമില്ല. ഓരോ ആൾ അവരവരുടെ കർമ്മം ചെയ്ത് പോയിക്കൊള്ളൂ. അല്ലാതെ ഗണപതിനെയോ വിഷ്ണുവിനെയോ സുബ്രഹ്മണ്യനെയോ ആരെയും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. അവരുമെല്ലാം നമ്മളെപ്പോലെയുള്ള അവസ്ഥയിലാണ്. നമുക്ക് ചിലപ്പോൾ അങ്ങനെ ആരും ഇല്ലയെന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയും കൂടി നമുക്ക് തന്നു വെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കതുമില്ല. അവർക്കറിയാം ആ കക്ഷി അടിയിരുന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കാര്യം പോക്കാണെന്ന്. പക്ഷെ നമുക്കിതിൽ ബോധമില്ലാത്തതുകൊണ്ട് അജ്ഞാനികൾക്ക് എന്തും കാട്ടിക്കൂട്ടാണ്. അപ്പം നമ്മളെല്ലാം അജ്ഞാനികളാണ്. നമുക്ക് തിരിച്ചറിയാൻ കഴിവില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് എല്ലാത്തിനും വലുത്. ഇനി 3 അപ്പം അത് ആ സത്യം തിരിച്ചറിയുന്നവർക്ക് പിന്നെ ജനന മരണമില്ല. 3 എല്ലാറ്റിനെയും ഭരിച്ചും നിയന്ത്രിച്ചും നിയമത്തിനനുസരിച്ച് ചലിപ്പിച്ചും. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ഭരിക്കുന്നത് അതാണ്, നിയന്ത്രിക്കുന്നത് അതാണ്. എങ്ങനെയെല്ലാം പ്രവർത്തിക്കണമെന്ന് നിയന്ത്രിക്കുന്നത് അതാണ്, നിയമത്തിനനുസരിച്ച് ചലിപ്പിക്കുന്നത് അതാണ്. നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ നിയമത്തിലൂടെ നമ്മളെ ചലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം ആ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമേശ്വരനോടുള്ള ഭയം കൊണ്ട്, ഭയം കാരണം അഗ്നി തപിക്കുന്നു. അതുകൊണ്ടാണ് അഗ്നിക്ക് ചൂടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് സൂര്യനെ തപിക്കുന്നത്, സൂര്യന് ചൂടുണ്ടാവുന്നത്. ഇന്ദ്രനും വായുവും പഞ്ചമൃത്യുക്കളും, ഇന്ദ്രനും വായുവും പഞ്ചമൃത്യുക്കളും ഓടി നടന്ന് ജോലി ചെയ്യുകയാണ്. പേടിച്ചിട്ട്. ആരെ പേടിച്ചിട്ട്? ഈ പരമേശ്വരനെ പ്രകടിപ്പിച്ചിട്ട് അതിൻ്റെ നിയമമനുസരിച്ച് ഓടി നടന്ന് കിടക്കും. മഴ പെയ്യും. ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു? മഴ പെയ്യിക്കുകയും. ഇന്ദ്രൻ ഓടി നടന്ന് മഴക്കാലാകുമ്പോൾ മഴ പെയ്യിക്കും. ഇന്ദ്രന് പല ജോലികളും ഉണ്ട്. അതെല്ലാം ഓടി നടന്ന് ഇന്ദ്രൻ ജയിക്കുകയാണ്. വായു എന്ത് ചെയ്യുന്ന ജീവജാലങ്ങൾക്ക് പ്രാണശക്തി നൽകുന്നു. കുട്ടി ജനിക്കുമ്പോൾ മുതൽ അവന് വേണ്ട പ്രാണശക്തി വായു ചെയ്തുകൊണ്ട്. നാട്ടിലെ എല്ലാവർക്കും എത്ര ജീവജാലങ്ങളുണ്ട്, ഇതിനെല്ലാം പ്രാണം കൊടുത്തുകൊണ്ട് വായു സഞ്ചരിക്കുകയാണ്. പഞ്ചമൃത്യുക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ജീവികളുടെ ശരീരത്തെ നശിപ്പിക്കുന്നു. ആവശ്യം കഴിയുമ്പോൾ അവയെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്മാർ നടക്കുകയാണ്. ആരുടെ ആവശ്യം കഴിഞ്ഞു, കർമ്മമെല്ലാം തീർന്നു കഴിഞ്ഞാൽ അവനെ പിന്നെ നശിപ്പിച്ച് കരിപ്പിച്ച് എല്ലാം ചെയ്യുന്നത് അവരുടെ ജോലിയാണ്. തുടങ്ങിയ പ്രവൃത്തി ശ്രദ്ധയോടെ ചെയ്യുന്നു. ഒരു ശ്രദ്ധ വിടാതെയാണ് അവർ ഈ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ പോയിട്ട് എന്തോ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള നേരമില്ല. ഈ ലോകത്തിലുള്ള എല്ലാവരും ഈ കാര്യം നോക്കിയടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. തീർത്താതീരാത്ത ജോലിയാണ്. ബ്രഹ്മാവിന് തൊട്ട് എത്ര സൃഷ്ടികളാണ് ഒരു ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു ആണെങ്കിൽ ഇനിയെല്ലാം നോക്കി നടക്കണം, എല്ലാത്തിനെയും. അദ്ദേഹം പറഞ്ഞ മാതിരി നിയമത്തിനനുസരിച്ച് നടപ്പാക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കാൻ പോകണം. ശിവനാണെങ്കിൽ എല്ലാത്തിനെയും നശിപ്പിച്ച് തീർത്താതീരാത്ത ജോലിയുണ്ട്. നമുക്ക് അത്രയൊന്നുമില്ല. അവർക്ക് 24 മണിക്കൂറും ജോലിയാണ്. നമുക്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായാലും 8 മണിക്കൂർ ജോലി സമയം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ. അതും തന്നെ എന്തായാലും എല്ലാം കാട്ടിക്കൂട്ടിയിട്ടെല്ലാം പോകാം. അതൊന്നും അവർക്ക് പറ്റില്ല. അപ്പം നമുക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവർക്കുള്ള സമയം വന്നിൽ 24 മണിക്കൂർ ഉറങ്ങാതെയാണ് ജോലി ചെയ്യുന്നത്. ആരും ബ്രഹ്മാവും വിഷ്ണു ശിവനും
രാത്രിയെല്ലാം എല്ലാവരെയും കൊല്ലാൻ കിടക്കിയില്ല, എത്രയാളെ കൊല്ലാൻ കിടക്കുന്നുണ്ട്, എന്തെല്ലാം നശിപ്പിക്കണം, എന്തിനെയെല്ലാം പരിപാലിക്കണം. അപ്പം അവർക്ക് നിന്നാ തിരിയാതെ ജോലിയാണ്. അവരെടുത്ത് പോയി നമ്മൾ പറഞ്ഞാലും പറയും അവിടെ നിന്ന് ഒരാൾ നോക്കിയിരിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് രുദ്രൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ശിവൻ്റെ അടുത്ത് പോയി ശിവഭഗവാനെ എനിക്കിങ്ങനെ ഒന്ന് കാര്യം സാധിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ട്, അവിടെ നോക്കിയിരിക്കുന്നുണ്ട്. എനിക്ക് തീർത്താ തീരാ ജോലി അല്ലേ തന്നെ എനിക്കിടെ ജോലി തീർത്താ തീരാതുണ്ട്, അവിടെ നിന്ന് നോക്കിയിരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാകാതെ കൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് ഈ കൂടുതൽ മായയിൽ പെട്ടിരിക്കുകയാണ് നമ്മൾ. ഇവർക്ക് അങ്ങനെ മായപ്പെട്ടിട്ട് അങ്ങനെ ഉണ്ട് എന്നുള്ള ബോധമല്ല അവർക്കുണ്ട്, ഒരു ശക്തി ഉണ്ട് എന്നുള്ള ബോധം. പക്ഷെ അതിന് മനസ്സിലായിട്ടില്ല എന്താണ് ആ സംഗതി എന്നൊന്നും പിടികിട്ടിയിരുന്നത്. ഒരു ശക്തി അവിടെ ഉണ്ട് എന്ന് അവർക്കെല്ലാം അറിയാം. ആർക്ക്? ബ്രഹ്മാവിനും അറിയാം, വിഷ്ണുവിനും അറിയാം, ശിവനും അറിയാം, പാർവതിക്കും അറിയാം, ഭദ്രകാളിക്കും അറിയാം. അപ്പോൾ ഭദ്രകാളിൻ്റെ അടുത്ത് പോയിട്ട് ഭദ്രകാളി എൻ്റെ ശത്രുവിനെ നീ ഒന്ന് തട്ടണം എന്ന് പറഞ്ഞാൽ ഉണ്ടില്ല, അവിടെ ഇരുന്ന് നോക്കിയിരിക്കുന്നുണ്ട്. ഇതെല്ലാം അവർ പറഞ്ഞ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്, നീയും ചെയ്യുന്നത് അതാണ്. എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വിളിച്ചിട്ട് ശരിയാക്കും. അവിടെ എനിക്കൊരു ജോലി തന്നിട്ടുണ്ട്, നിങ്ങൾ പറയുന്നത് ചെയ്യാനൊന്നുമല്ല, എന്നെക്കൊണ്ട് പറ്റില്ല, മുണ്ടിക്കൊണ്ട് അവിടെ കേൾക്കുന്നുണ്ട് എന്ന് പറയും. കാരണം അത്രയും വിശ്വാസമുണ്ട് കക്ഷി അവിടെയുണ്ട്. പിന്നെ എന്തിനാ വെറുതെ ജീവിതം നഷ്ടപ്പെടുത്തുന്നു? അവനവൻ്റെ കർമ്മം ചെയ്തിട്ട് എങ്ങനെ കർമ്മം ചെയ്യണം? ഒരു സ്വാർത്ഥതയും ഇല്ലാതെ എല്ലാം ആ ശക്തിക്ക് വേണ്ടി എന്നെ ജനിപ്പിച്ചല്ലോ, ഞാനങ്ങ് ചെയ്തു തന്നേക്കാം. ആര് ചെയ്യുന്ന മാതിരി? ശിവനും ഭദ്രകാളി എല്ലാം ചെയ്യുന്ന മാതിരി അവരവരുടെ ജോലി അവർ ചെയ്യുകയാണ്. അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് അങ്ങ് ചെയ്ത് കൊടുത്തേക്കുക. അല്ലാതെ വേറെ ഒരു പരിപാടിയും നടക്കില്ല. പിന്നെ എന്തെങ്കിലും കൊടുത്ത ആർക്കും കൈക്കൂലി, ദൈവത്തിന് കൈക്കൂലി കൊടുക്കുമെന്ന് പറഞ്ഞ് വല്ലവർക്കും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പൈസ പോയി. അല്ല, ദൈവത്തിന് നിങ്ങളെ പൈസ എന്തിനാ? ജീവികൾക്ക് പ്രാണശക്തി നൽകുക, ജീവികളുടെ ശരീരങ്ങളെ നശിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തികൾ ശ്രദ്ധയോടെ ചെയ്യുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ഇവിടെ എല്ലാം സംഭവിക്കുന്നു. അതായത് അദ്ദേഹം ഉണ്ടാക്കിയ നിയമം അനുസരിച്ചാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. പ്രമോദ് ജനിക്കുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ട് നീ ഇന്ന വർഷം ഇത്ര മിനിറ്റിൽ ഇത്ര മണിക്കൂർ, ഇന്ന ദിവസം ഇന്ന മണിക്കൂർ ഇന്ന സമയം ഇന്നത് ചെയ്യണം. അത് ചെയ്തു കൊടുത്തേക്കും. അതിൽ അത്രയേ ഉള്ളൂ. കലിപ്പന് ശരിയും തെറ്റുമെന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പാപമില്ല പുണ്യമില്ല, ഉള്ളതങ്ങ് ചെയ്തു കൊടുത്തേക്കുക. പക്ഷെ ചെയ്യുന്നത് എനിക്കെന്നുള്ള ചിന്തയിലാണ് ചെയ്യുന്നതെങ്കിലും അതല്ല എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് എന്നെ പറ്റിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതെന്താണോ തീരുമാനിച്ചത് അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി 4, സർവശക്തിമാനും എല്ലാറ്റിൻ്റെയും പ്രേരകനെ, എല്ലാത്തിനെയും ഓരോന്ന് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആരാണ്? ആ ശക്തിയാണ്. അതുകൊണ്ട് പ്രേരിപ്പിക്കുന്ന ശക്തിക്ക് വേറൊരു ശക്തിനെ വിട്ടിട്ടുണ്ട് പ്രേരിപ്പിക്കുക. ആരാണത്? നാരദൻ. അദ്ദേഹം ഓരോന്ന് ആളുടെ മനസ്സിൽ പോയിട്ട് ഓരോന്ന് പ്രേരിപ്പിച്ചിട്ട് വിടും. ഒരു കത്തിക്കലാണ് ജോലി. കാരണം കത്തിക്കൽ എന്ന് പറയാൻ ഈ ജീവിതത്തിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. റിയാക്ഷൻ ഉണ്ട്, അത് തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് കാര്യം നടക്കുക. അപ്പം എല്ലാ കർമ്മങ്ങളും ഏറ്റുമുട്ടലിൽ തന്നെയാണ്. അപ്പോൾ 2 ഭാഗത്തെയും കത്തിക്കണം. ഏറ്റുമുട്ടുന്ന ആൾക്കാരെ എയും ബിയും തമ്മിലാണ് ഏറ്റുമുട്ടേണ്ടിക്ക് എയിനെയും കത്തിക്കും ബീനെയും കത്തിക്കും. അതാണ് ജോലിയാണ്, നാരദൻ്റെ ജോലിയാണ്. പോയി കത്തിച്ചോളും 2 പേരെയും. ആ മാറ് തമ്മിൽ അവിടെ ഇരുന്ന് അടിപിടി കൂടി. ആരെ ജോലിയാണ്? നാരദൻ്റെ ജോലി. ആരാണത് നിശ്ചയിച്ചിരിക്കുന്ന നിയമം? ബ്രഹ്മം തന്നെ. എങ്ങനെ? ഏറ്റുമുട്ടലിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അത് സയൻസ് ന്യൂട്ടണും പറഞ്ഞു തന്നിട്ടുണ്ട്. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. നമ്മളെന്തൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഒരു പാരപോക്ക് പിന്നാലെയുണ്ട്. പിന്നെ അതിനായിട്ട് ഏറ്റുമുട്ടിയിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകാൻ. ഇതാണ് പ്രകൃതി നിയമം. അപ്പം 2 വശത്തെയും കത്തിച്ചു വിടൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ എല്ലാറ്റിനും അതിന് ആളെ വിട്ടിട്ടുണ്ട്. അപ്പം എല്ലാറ്റിൻ്റെയും പ്രേരകനും എല്ലാറ്റിനെയും ഭരിക്കുന്നവനുമായ ആ പരമേശ്വരനെ ഈ ദുർലഭ ശരീരം ലഭിക്കുമ്പോൾ, മനുഷ്യനെന്ന ശരീരം ലഭിക്കുമ്പോൾ, അത് മരിക്കുന്നതിനും നശിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കണം. ഈ സത്യം എല്ലാം ഉള്ളിൽ കിടന്ന ആ ശക്തി തന്നെയാണ് ഇതത്രയും കാട്ടിക്കൂട്ടുന്നത് എന്ന തത്വം
മൃഗങ്ങൾക്കോ ജീവനില്ലാത്ത വസ്തുക്കൾക്കോ ചെടികൾക്കോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ബുദ്ധിയുള്ള മനുഷ്യന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അപൂർവമായി ലഭിക്കുന്ന ഈ മനുഷ്യ ജീവിതത്തിൽ ഈ സത്യം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്ന ആ കക്ഷി ഉള്ളിൽ കിടന്ന് ചിന്ത ഉണ്ടാക്കുന്നതാണ്. എല്ലാം അതിൻ്റെ വേലത്തരമാണ്. അല്ലാതെ നമുക്കിവിടെ ഒരു ചുക്കും ചെയ്യാൻ നമുക്ക് ചെയ്യാനുണ്ട്, നമ്മളെ ചെയ്യാൻ തന്നെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അത് ചെയ്തു കൊടുക്കുക. അതിൽ കൂടുതൽ നമുക്കൊരു സ്വാതന്ത്ര്യവും ഇല്ല. നമ്മളൊരു യന്ത്ര മനുഷ്യൻ. പക്ഷെ ഞാനെന്നൊരു ചിന്ത വെച്ചുകൊണ്ട് ചെയ്യുന്നു. എല്ലാം ഞാനാണെന്നൊരു തോന്നലുണ്ടാകുന്നത് അജ്ഞത. അപ്പം ഈ സത്യം മരിക്കുന്നതിന് മുമ്പ് ഈ ശരീരം ലഭിച്ചാൽ, മനുഷ്യ ശരീരം ലഭിച്ചാൽ മരിക്കുന്നതിന് മുമ്പ് അത് മനസ്സിലാക്കിയിട്ട്, അതായത് മൃത്യു സംഭവിക്കുന്നതിന് മുമ്പ് ശ്രദ്ധയോടുകൂടി പ്രയത്നിച്ചിട്ട് ഈ ബ്രഹ്മതത്വം ഗ്രഹിക്കണം. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ജീവിതത്തെ നിരീക്ഷിച്ചുകൊണ്ട് ഈ സത്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ മനസ്സിലാക്കുന്നതാണ് അപ്പോഴേ ജീവിതം സഫലമാവുകയുള്ളൂ. അതാണ് ജീവിതം, അപ്പോഴാണ് സഫലമാകുന്നത്. മനുഷ്യ ജന്മത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു സത്യം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി എല്ലാ ജീവജാലങ്ങളും ഞാനെന്ന് വെച്ചുകൊണ്ട് ഓരോ കർമ്മത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കൊരു ബുദ്ധി തന്നിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ശക്തിയെ നമ്മൾ മനസ്സിലാക്കണം. സയൻസിലൂടെ തന്നെ ചിന്തിച്ചാലേ അത് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ആത്മീയം കുന്തം കുടച്ചക്രം എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെല്ലാം ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച ഒരു ആത്മീയതയിൽ ആത്മാവ് എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. ഈ ശക്തി എന്താണ്? അത് തന്നെയാണ് ഞാൻ, അത് തന്നെയാണ് ഹിന്ദു, അത് തന്നെയാണ് മുസ്ലിം, അത് തന്നെയാണ് പട്ടി, അത് തന്നെയാണ് പൂച്ച, അത് തന്നെയാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ, അത് തന്നെ ഇസ്ലാമിലും എല്ലാം ഉള്ളത്. ആർത്തമുള്ളതിലും ഇല്ലാത്തതിലും എല്ലാം ഉള്ളത് അത് തന്നെ. ആ സത്യം മനസ്സിലാക്കുന്നവന് പിന്നെ എന്തില്ല? ഒരു ജാതിയും ഉച്ചനീതത്വവും ഒന്നുമില്ല, തൊട്ടുകൂടായ്മയും ഒന്നും ഉണ്ടാവില്ല. എല്ലാം ബ്രഹ്മമായിട്ട് കാണാൻ അവന് പറ്റും. അപ്പോൾ അവരെന്ത് വേണം? ഈ തത്വം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. അതോടെ ജീവിതം സഫലമാകും. അത് മനസ്സിലാക്കുമ്പോൾ അനാദികാലം മുതൽ ജനന മരണ പ്രവാഹത്തിൽ പതിക്കുന്ന ഈ ജീവൻ അപ്പോഴേ മോചനം പ്രാപിക്കൂ. അല്ലെങ്കിൽ കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ ജനിച്ചു മരിച്ചു പട്ടിയായിട്ടും പൂച്ചയായിട്ടും എന്തെല്ലോ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇതിൽ നിന്നൊരു മോചനം കിട്ടണമെങ്കിൽ ഇപ്പം കിട്ടി മനുഷ്യ ശരീരം കിട്ടിയ ഈ സമയത്ത് ബുദ്ധിയുള്ളൂ. മനുഷ്യ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ സത്യം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കും. അതിൻ്റെ ശേഷം എന്തില്ല? ജനനവും മരണവും പിന്നെയില്ല. അല്ലാത്ത പക്ഷം ഇനിയും അനേക കാലം വിഭിന്ന കൽപ്പങ്ങളിലും വിഭിന്ന യോനികളിലും ശരീരം സ്വീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ എത്രയോ കാലം കർമ്മം ചെയ്യാനായിട്ട് പട്ടിയായിട്ട് പല യോനികളിലും, പട്ടീൻ്റെ യോനിയിലും ജനിക്കേണ്ടി വരും. ഏത് തരം ജീവിയുടെയും യോനികളിൽ ജനിച്ചിട്ട് നരകിക്കേണ്ടി വരും. കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്, അല്ലാതെ സൂഹിക്കാൻ വേണ്ടിയൊന്നുമല്ല. നമ്മളെ കൊണ്ട് കിട്ടുന്നത് പിന്നെ അവസാനം നമുക്ക് തന്നെയാണ്. അല്ലാതെ ഈശ്വരന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ല. ഈ ലോകം പുരോഗമിച്ചിട്ട് ഈശ്വരൻ എന്താവശ്യമാണ്? ആ ശക്തിക്ക് ഒന്നുമില്ല. നമുക്ക് വേണ്ടി തന്നെ അതിന് അധ്വാനിച്ചോളുക, കിട്ടുന്നത് അനുഭവിച്ചോളുക. അങ്ങനെ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് വേണം? മരിക്കുന്നതിന് മുമ്പ് ഈ സത്യം മനസ്സിലാക്കണം എന്ന് പറയുകയാണ്.